എല്ലാവർക്കും ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പണ്ട് മുതലേ വാർത്തകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ്. നമ്മൾ തന്നെ ഒരുപാട് പ്രാവശ്യം ഇതിന് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് കിട്ടുന്ന തുച്ഛമായ കാശാണ്. ഇപ്പൊ റോഡ് നന്നാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു ദിവസം ഫോർക്ക് നന്നാക്കണം. വണ്ടിക്ക് 10,000-3000 രൂപ 5,000 രൂപ പണിക്കാശൊക്കെ വേണം. പക്ഷെ ഇതിപ്പോ റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം സൗത്ത് KSRTC സ്റ്റാൻഡിലാണ്. സാർ, നമ്മുടെ KSRTC സ്റ്റാൻഡ് റിനോവേറ്റ് ചെയ്തു. എന്തൊക്കെ മാറ്റങ്ങളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ KSRTC സ്റ്റാൻഡായിട്ട് 1968 സ്ഥാപിച്ച സ്റ്റാൻഡാണ്. പിന്നീട് അതിന്റെ കലപ്പഴക്കം കൊണ്ടും അതിന്റെ മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ടും ഇതിന്റെ ഒരു വല്ലാത്തൊരു ജീർണാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. യാർഡിനേക്കാൾ വളരെ താഴ്ന്നാണ് സ്റ്റാൻഡ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു മഴ പെയ്താൽ ഈ സ്റ്റാൻഡിൽ വെള്ളം കയറും. ഇപ്പോൾ 2024 ഒക്ടോബർ 2-ാം തീയതി ചവറ കൾച്ചർ സെന്ററിലെ ഡയറക്ടർ അനിലച്ചന്റെ നേതൃത്വത്തിൽ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തിയതിലൂടെയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് എല്ലാവരുടെയും ഒരു ചിന്ത വന്നു. നമ്മൾ എല്ലാ ബഡ്ജറ്റിലും ഓരോ പ്രപ്പോസൽ കൊടുക്കുമെങ്കിലും ഫണ്ട് അനുവദിക്കാറില്ല. പിന്നീട് ഇത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് ഈ നിലവിലുള്ള സ്റ്റാൻഡ് എങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്യണമെന്നുള്ളൊരു തീരുമാനം വന്നു. അതിന് BPCL നമുക്ക് 1 കോടി രൂപ തന്നു. MLA ഫണ്ടിൽ നിന്ന് 77 ലക്ഷം രൂപ തന്നു. പിന്നെ ഇവിടെ ടൈലിടാനായിട്ട് ജിയോജിത്ത് 12 ലക്ഷം രൂപ തന്നു. പിന്നെ ഇവിടെ നമുക്ക് സുലഭിന്റെ നേതൃത്വത്തിൽ നല്ല ശുചിമുറി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മുടെ വണ്ടർലയുടെ ആഭിമുഖ്യത്തിൽ ശീതീകരിച്ച റിട്ടയറിംഗ് റൂമുണ്ട്, ഫീഡിംഗ് റൂമുണ്ട്, പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്, പിന്നെ ഹെൽത്ത് കോർണർ ഉണ്ട്, മാതൃഭൂമിയുടെ കൗണ്ടർ ഉണ്ട്, ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. അത് നമ്മുടെ ചവറ കൾച്ചർ സെന്ററിലെ അനിലച്ചന്റെ ഒരു സ്പോൺസർഷിപ്പാണ്. അവിടെ ചെടിയെല്ലാം വെച്ചൊരു ചെറിയൊരു മിനി ഗാർഡനിങ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ KSRTCയുടെ ഈ സ്റ്റാൻഡ് തന്നെ നമ്മൾ നിലവിൽ 2 അടി ഉയർത്തിയിട്ടുണ്ട്. വെള്ളം ഇനി സ്റ്റാൻഡിലേക്ക് കയറത്തില്ല. യാർഡിനേക്കാൾ ഉയർന്നാണ് നിൽക്കുന്നത്. പിന്നെ വെള്ളം കയറാതിരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും പരമാവധി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും KSRTC എന്ന് പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ ഒരു മുഖമാണ്. ആ മുഖം ഇപ്പോൾ നമ്മൾ മനോഹരമായി സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതിന്? നമുക്ക് ഇവിടെ ഒരു പുതിയ സ്റ്റാൻഡ് പണിയണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ആവശ്യം. അതിന് ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അദ്ദേഹം ഈ സ്റ്റാൻഡിൽ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ഈ സ്റ്റാൻഡിൽ വന്നപ്പോൾ അദ്ദേഹം SFI നേതാവായിരുന്ന കാലഘട്ടം മുതൽ ഈ സ്റ്റാൻഡുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിതിന് ആവശ്യമായ പണം തരാം എന്ന് പറഞ്ഞു. അന്ന് 12 ലക്ഷം രൂപയാണ് സ്മാർട്ട് സിറ്റി തരാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് 2018 SOR ആണ്. 2021 പുതിയ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത സാഹചര്യത്തിൽ 1 കോടി രൂപ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ 13 കോടി രൂപ സാങ്ഷൻ ചെയ്ത് അതിൻ്റെ TS കിട്ടി അതിൻ്റെ നിർമ്മാണ ഘട്ടം ആരംഭിക്കുന്ന സ്റ്റേജിലാണ്. അത് തൊട്ടപ്പുറത്ത് കാരിക്കാമുറിയിലാണ് ആ പുതിയ ബസ് സ്റ്റാൻഡ് വരാൻ പോകുന്നത്. അത് പണിയുന്നത് വരെ ആളുകൾക്ക് ഈ സ്റ്റാൻഡ് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ ഉപയോഗശൂന്യമായി കിടന്ന 6 കടമുറിയുണ്ട്. ആ കടമുറി ഇപ്പോൾ ടെൻഡർ ചെയ്തപ്പോൾ ഏറ്റവും ഒരു മാസം 80,000 രൂപ വാടക കൊടുക്കാൻ പോലും ആളുകൾ തയ്യാറായി. കോമ്പറ്റീറ്റീവായി ടെൻഡറാണ് വന്നത്. 50,000 രൂപയുണ്ട്, 75,000 രൂപയുണ്ട്, 60,000 രൂപയുണ്ട്, അങ്ങനെ 6 ഇവിടെ ഉപയോഗശൂന്യമായി കിടന്ന കടമുറിയാണ്. അപ്പോൾ അതെല്ലാം കോമ്പറ്റീറ്റീവ് ടെൻഡറിൽ KSRTCയിലേക്ക് ജനങ്ങൾ ആകർഷിക്കത്തക്ക രീതിയിൽ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി സാധാരണക്കാർ യാത്ര ചെയ്യുന്ന KSRTCക്ക് വലിയ ഒരു പുതിയ മുഖം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം തുടരുകയാണ്. പുതുതായിട്ട് നമുക്ക് ഇവിടെ കുറെ ഡയറക്ഷൻ ബോർഡ്സ് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി കുറെ എക്സ്ട്രാ ചെയർസ് വന്നിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ ബോർഡ്സ് ഉണ്ട്. പിന്നെ ലേഡീസിന് മാത്രമായിട്ട് വെയിറ്റിംഗ് റൂം ഉണ്ട്, എയർ കണ്ടീഷൻ റൂം ഉണ്ട്, പിന്നെ ലഗേജ് വെക്കാനായിട്ടൊരു ഫെസിലിറ്റി ഉണ്ട്. റിനോവേറ്റ് ചെയ്ത് പുതുതായി വന്നപ്പോൾ ലേഡീസിന് വേണ്ടി AC വെയിറ്റിംഗ് ലോഞ്ച് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല കോമൺ ഏരിയ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ AC വെയിറ്റിംഗ് റൂം കോമൺ ഏരിയ. അകത്ത് ഒരു ഫീഡിംഗ് റൂം ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്മാർട്ട് ബാഗേജ് ലോക്കർ വന്നിട്ടുണ്ട്. സ്മാൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് സൈസുള്ള ലഗേജ് വരെ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാം. അത് മാത്രമല്ല ഇത് QR കോഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. ഇത് എക്സ്ട്രാ സേഫ് ആൻഡ് സ്മാർട്ട് ആണ്. നമ്മുടെ കൂടെയുള്ളത് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അജിത് സാറാണ്. സാർ, എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുള്ളത്? ഇപ്പോൾ നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ ഇവിടെ നേരത്തെ മഴ പെയ്താൽ ആ പട വൃത്തിഹീനമായ ഒരു ചുറ്റുപാടിലുള്ള ഒരു സ്റ്റാൻഡായിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടുത്തെ MLA ശ്രീ വിനോദ് സാർ അവരുടെ ആസ്തി വികസന ഫണ്ടും പിന്നെ CSR ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച് ഇപ്പോൾ കാണുന്ന മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു.
ഇവിടുത്തെ കടമുറികൾ പോലും നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ഇവിടുത്തെ എല്ലാ കടമുറികളും ഇപ്പം നല്ല വിലയ്ക്ക് തന്നെ വാടകയ്ക്ക് പോയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് സെൽഫി പോയിന്റ്, ചാവറ കൾച്ചറൽ സ്റ്റേറ്റാണ്, അതെന്നുള്ളത് അറിയാമല്ലോ. ഒരു ഗാർഡൻ സെറ്റിട്ടുണ്ട്. അങ്ങനെ പല പല രഹസ്യമായ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട യാത്രക്കാർ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടണമെന്നാണ് എൻ്റെ എളിമയായ ഒരു അഭിപ്രായം. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് സാറിന്റെ ആഗ്രഹം? ഇനി നമുക്ക് വേണ്ടത് പിന്നെ നമ്മുടെ ഇപ്പം നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത് നമ്മുടെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇതിന് ജീവനക്കാർക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അത് അല്പം കൊണ്ട് മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ. വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഞാനൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് മാത്രം കേരളത്തിന്റെ ഗതാഗത മന്ത്രിയായി എനിക്ക് വളരെ വർഷങ്ങളായി നശിച്ചു കിടന്ന ഈ ബസ് സ്റ്റേഷനെ നവീകരിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നമ്മളിവിടെ വന്ന് കാണുമ്പോൾ ചെടി കെട്ടിയ നിലയിലായിരുന്നു. അന്ന് ബഹുമാനായ MLA, MP, അതുപോലെ മുൻ മേയർ, ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ അന്ന് എലിപ്പനി പിടിക്കാതെ പോയത് ഭാഗ്യം. ഈ അഴുക്കുള്ളത്തിൽ ഇറങ്ങിയ എലിപ്പനി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എലിപ്പനി പിടിക്കാതെ പോകാൻ പറ്റിയത് ഭാഗ്യം എന്ന് കരുതി. കാട് മൂടി ഒരു ടോയ്ലറ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതും 2001 ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ സുലഭിനെ കൊണ്ട് പണിയിച്ച ടൂറിസം വകുപ്പ്, തോമസ് മാസ്റ്റർ ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം തന്ന പണത്തിന് പണിതാണ്. പിന്നീട് അത് നശിച്ച് കാട് കയറി ഇവിടെ ഈ ബസ് സ്റ്റേഷനിൽ വരുന്നവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ സൗകര്യമില്ലാതായി. എറണാകുളം എന്ന് പറയുന്നത് തിരുവനന്തപുരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. ആ സ്റ്റേഷന്റെ ഗതി എന്ന് പറയുന്നത് അധോഗതിയാണ്. വലിയ പരാതികളായിരുന്നു മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും യാത്രക്കാരുടെ ഭാഗത്തുനിന്നും പരാതികൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നു. ഈ റെയിൽവേ ട്രാക്കിനടിയിൽ ഒരു കലങ്ങുണ്ട്. ആ കലങ്ങിനടിയിൽ കൂടി ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ ദൂരെയുള്ള തോട്ടിലടിക്കാം വെള്ളം. അവിടെ അടിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് ഒഴുകി പൊയ്ക്കോളൂ. പക്ഷെ അതിന് റെയിൽവേ സഹകരിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. റെയിൽവേ സഹകരിച്ചില്ല. ഞാൻ എപ്പോഴും പറയേണ്ട ഒരു തമിഴ് പാന വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇപ്പൊ ഇത് വെള്ളം ഇനി വരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ മാധ്യമങ്ങൾ എന്നെ പിന്നീട് കളിയാക്കാൻ ഇടവരരുത്. ഞാൻ പറയണം, പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. MLAക്ക് പറയാം, പരമാവധി ചെയ്യാവുന്ന ഒരു സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് PWD ഉദ്യോഗസ്ഥരും IIT വന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും പറഞ്ഞതനുസരിച്ച് നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ട്. പെരുമഴ വരുമ്പോൾ ഈ റോഡ് പൊങ്ങി നിൽക്കുക, അപ്പുറത്തെ സ്റ്റേഡിയം നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. ഇവിടെ വെള്ളം വരുമ്പോൾ ഗണേഷ് കുമാർ നമ്മളെ മണ്ടനാക്കിയെന്ന് പറയരുത്. ഞാൻ പരമാവധി ചെയ്തു. ഇന്നിപ്പോൾ അറിയാൻ 2 ദിവസം മഴ പെയ്തു നന്നായിട്ട്, എന്നിട്ട് വെള്ളം കയറിയില്ല എന്ന് പറഞ്ഞു. അതായിരിക്കില്ല എപ്പോഴും ഉള്ള സ്ഥിതി. പക്ഷെ വെള്ളം പമ്പ് ചെയ്തുകൂടി കളയാൻ കഴിഞ്ഞാൽ വരില്ലെന്ന് ഉറപ്പ് പറയാം. വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു വൃത്തിയാക്കലിന്റെ ഭാഗമായിട്ട് വെള്ളം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെ എഞ്ചിനീയർമാർ ചെയ്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ പണി ചെയ്തു, നല്ല ഫിനിഷിങ്ങോടെ തന്നെ ചെയ്തു. പിന്നെന്താണ്, ബസ് പോകുന്ന വഴിക്ക് നിർത്തുന്ന ഹോട്ടലുകൾ വേറും തല്ലിപ്പൊടി ഹോട്ടലിൽ നിർത്തുമായിരുന്നു. അത് നിർത്തി. ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലുമില്ല. ഇപ്പൊ ഞങ്ങൾ 70-72ഓളം റെസ്റ്റോറൻറ്റുകൾ കേരളത്തിനകത്തും ബാംഗ്ലൂർ റൂട്ടിലുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ അക്രഡിറ്റ് ചെയ്യുന്നത് നല്ല 2 ടോയ്ലറ്റ് പുരുഷന്മാർക്കും നല്ല 2 ടോയ്ലറ്റ് സ്ത്രീകൾക്കും വേണം. കിച്ചൺ നന്നായിരിക്കണം, നല്ല ഒരു മാന്യമായ പ്രൈസ് ആയിരിക്കണം, നല്ല ഫുഡായിരിക്കണം. ഇത് പരിശോധിക്കാൻ 3 മാസം കൂടുമ്പോൾ KSRTCയുടെ ഒരു ടീമിനെ ഈ സ്ഥലങ്ങളിലായിട്ട് എവിടെയെങ്കിലും മോശമാണെന്ന് കണ്ടാൽ അപ്പം തന്നെ കട്ട് ചെയ്യും. അവരുമായിട്ട് വേറെ ഒന്നുമില്ല. KSRTC അതുകൊണ്ടൊരു നേട്ടമില്ല. 10 രൂപയുടെ ഒരു ടിക്കറ്റ് അടിക്കും വണ്ടി ഇവിടെ വന്നു എന്ന് കാണിക്കാൻ. കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം. പണ്ടൊക്കെ രഹസ്യമായിട്ടായിരുന്നു, അപ്പോൾ പരസ്യമായിട്ട് പറയുകയാണ്. മന്ത്രി തന്നെ പറഞ്ഞു അവർക്ക് 2 പേർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഡ്രൈവറും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിരിക്കണം. 2-3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവണം. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഫാമിലി KSRTC ആശ്രയിക്കാൻ തുടങ്ങി. പലരും കൂട്ടറും കാറും ഒക്കെ ഉപേക്ഷിച്ചിട്ട് KSRTCയിലേക്ക് കയറുകയാണ്. ഞാൻ ഇവിടെ വെച്ച് ഒരു കാര്യം കൂടി, ഇതുവരെ പറയാത്തൊരു കാര്യം കൂടി ഉദ്ഘാടനം ചെയ്തിട്ടേ പോകുള്ളൂ. അത് ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ഇനി ചെയ്യാൻ പറ്റാതെ വരും. അടുത്ത 15-ാം തീയതിയോടുകൂടി 15-ാം തീയതി 20-ാം തീയതിക്ക് മുമ്പായി നമുക്ക് ബിസിനസ് ക്ലാസ് ബസ് വരും. വോൾവോയുടെ ബസ്സാണ് വരുന്നത്. അതിൽ പാൻട്രി ഉണ്ട്, അതിൽ ടോയ്ലറ്റ് ഉണ്ട്. അത് തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു വണ്ടി തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് രാവിലെ ഒരു വണ്ടി കൊച്ചിക്കും പുറപ്പെടും. റോഡ് പണി കഴിഞ്ഞാൽ അത് രാവിലെ തൃശ്ശൂരിൽ പോയി നിൽക്കും. തൃശ്ശൂരിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അത്രയും ദൂരമെങ്കിലും നമ്മൾ കവർ ചെയ്യും. ഏതാണ്ട് 3.5-4 മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇന്ന് സ്റ്റോപ്പില്ല, മിന്നൽ പോലെയാണ്. ഇവിടം വിട്ടാൽ ആലപ്പുഴ, ആലപ്പുഴ വിട്ടാൽ കൊല്ലം, കൊല്ലം വിട്ടാൽ തിരുവനന്തപുരം. ആ ബുക്കിംഗ് കംപ്ലീറ്റും തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഇതെവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ടോയ്ലറ്റ് അതിനകത്തോട്ട് ഫുഡ്, നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതിനകത്ത് മെനു ഉണ്ട്. ആ മെനു നേരത്തെ ഒന്ന് കാണാം. അത് ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ തന്നെ ഫുഡും കൂടി, വിമാനത്തിലെ പോലെ ഫുഡും കൂടി റിസർവ് ചെയ്തിട്ട് കയറാം. ഒരു ചായ കൂടുതലാണ് ഇട്ട് തരും. അതിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്നതും ടിക്കറ്റ് പരിശോധിക്കുന്നതും എല്ലാം ഒരു ഹോസ്റ്റസ് ആയിരിക്കും, ഒരു ലേഡി അതിനകത്തുണ്ടാവും. അവരാണ് ആ കാപ്പി ചായയൊക്കെ എടുത്ത് തരുന്നതും ആഹാരം തരുന്നതും എല്ലാം അവരായിരിക്കും. ബസ് ഹോസ്റ്റസ് എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയാണ്
അതെല്ലാം തിരഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ ഞാനൊന്ന് ഓടിച്ചു നോക്കും. അത് കഴിഞ്ഞാൽ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി ഓടാൻ നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യേണ്ടെന്ന് പലരും പറയും. അതുകൊണ്ട് നേരത്തെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി പണിത് തീരാറായി. ഇനി അതിന്റെ കളർ കൊടുക്കണം. കളർ ഇന്നലെ ഞാനും MD കൂടെ ചർച്ചകൾ നടത്തി. കളറിൽ ചില മാറ്റങ്ങൾ വരുത്തി. നല്ല എലിഗന്റ് ആയിട്ടുള്ള കളറായിരിക്കും, ഫ്ലാഷി ആയിട്ടുള്ള കളറായിരിക്കില്ല. പക്ഷെ കുറച്ചൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് ലുക്കുള്ള ഒരു വണ്ടിയായിരിക്കും. എല്ലാ സൗകര്യവും ഉണ്ട്. അതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട്. അതിന്റെ ടോയ്ലറ്റിന്റെ വെച്ചേക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോകും. പാൻട്രി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനകത്ത് ബസ് ഹോസ്റ്റസ് ആയിരിക്കും. ഡ്രൈവറും ഉണ്ടാകും, ബസ് ഹോസ്റ്റസും ഉണ്ടാവും. ടിക്കറ്റ് ചെക്ക് ചെയ്ത് കയറുന്ന അവരായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും, ആഹാരം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം അവരെ അറ്റ്യുവർ സർവീസ് ആയിട്ട് ഉണ്ടാവും. വിമാനത്തിലുള്ളതുപോലെ ഒരു ഹോസ്റ്റസിനെ നമ്മൾ ഈ 2 ബസ്സിൽ വയ്ക്കും. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അത് ചില ഒരു പക്ഷേ മലയാളിയാകണം എന്നില്ല ഈ വയ്ക്കുന്ന ആൾ. കാരണം മലയാളികൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മൾ എല്ലാം ട്രെയിനിങ് കൊടുക്കും. 4 ദിവസം അതനുസരിച്ച് 5-ാമത്തെ ദിവസം അത് വൃത്തിയിടാം. ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം KSRTCക്ക് ഒരു മാസം, അതായത് ഈ വാടകയ്ക്ക് കൊടുക്കുന്ന സെക്ഷനിൽ ഒരു 18 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഈ 18 പേര് എത്ര പറഞ്ഞിട്ട് 3 മാസം കൊണ്ട് ഒരു അനക്കമില്ല. ഒരു ദിവസം രാവിലെ ഞാൻ MDയോട് പറഞ്ഞു 18 പേരെ അങ്ങ് സ്ഥലം മാറ്റിയത്, വേറെ 18 പേരെ വെക്കാം. MD എന്നോട് സാറേ പരിചയമില്ലാത്ത ആളെ വെച്ച പുഴയത്തിൽ ഞാൻ പഠിച്ചോളൂ, KSRTCയിലുള്ളവരൊക്കെ മിടുക്കന്മാരാണ്, അവരെ 10 ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ചോളൂ, അവർ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 18 പേരെ മാറ്റി. എന്നിട്ട് 18 വേറെ ആൾക്കാരെ വെച്ചു. അവര് ഒരു മാസം ഉണ്ടാക്കിയ വർധന 1.5 കോടി രൂപയുടെ വർധനമാണ്. വാടക ഇനത്തിൽ മാത്രം 1.5 കോടി രൂപ വർദ്ധിച്ചു ഒരു മാസം. അത് വേറെ എഫിഷ്യന്റ് ആയിട്ട് ആൾ വന്നു. 18 ആ സെക്ഷനിൽ വർഷങ്ങളായി ഇരിക്കുന്ന 18 പേരെ തൂത്തങ്ങ് മാറ്റി. എന്നിട്ട് പുതിയ ഒരു 18 പേരെ അങ്ങിരുത്തി. അവര് 1.5 കോടി രൂപയുടെ വരുമാന വർധന വരുന്നുണ്ട്. പിന്നെ ഗോശ്രീ പാലം വഴി കൂടുതൽ വണ്ടികൾ പ്രവേശിക്കും. കാരണം അത് കാക്കനാട് ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങൾ കൂടി ഏറ്റവും കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് റിപ്പോർട്ട് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തരുന്ന മുറയ്ക്ക് ആ വണ്ടികൾ അനുവദിക്കും. ആവശ്യമുള്ളത്ര ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ആവശ്യമുള്ള വാഹനങ്ങളും കൊടുക്കും. KSRTC ഒരു ബുദ്ധിമുട്ടുമില്ല. KSRTC രക്ഷപ്പെടും. നിങ്ങളുടെ ജീവനക്കാരോട് ഞാൻ പറയുന്നു, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കടം എവിടെന്നെങ്കിലും സർക്കാരിൽ പൈസ ഒപ്പിച്ച് നിങ്ങൾക്ക് DA തരുന്ന കാര്യവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ധനകാര്യമന്ത്രിയോട് സംസാരിക്കാന്ന് പറഞ്ഞു. നമ്മുടെ ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് സർക്കാർ എന്താ തരണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ബാലഗോപാലിനോട് സംസാരിച്ചിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു ദിവസം മതി. അതൊക്കെ പറഞ്ഞതാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നിട്ട് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ശമ്പളം 1-ാം തീയതി തന്നവനാണ്, ഒരുമിച്ച് തന്നവനാണ്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ അതുകൂടി ആയാലും എനിക്കൊരു സന്തോഷം. നിങ്ങളെ DA ഒന്നും പിടിച്ചു വെക്കുന്നതെന്ന് എനിക്ക് താല്പര്യമുള്ള ആളല്ല. എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്കറിയാം, ആ നിമിഷം ഞാൻ തരും. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. ഞാൻ മന്ത്രി പറഞ്ഞപ്പോഴും ഇത് നടക്കുന്നു കരുതിയതല്ല. കാരണം ഈ കാണവണിയ ഇത് പൊക്കുക, അതിന്റെ താഴെ കൂടി വെള്ളം പോവുക എന്നൊക്കെ പറഞ്ഞത് ഞാൻ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ മന്ത്രി ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ചിലപ്പോ ഉദ്യോഗസ്ഥരായിട്ട് വളരെ പച്ചയ്ക്ക് തന്നെ കാര്യങ്ങൾ പറയും. ചില മന്ത്രിമാരോടും ചിലപ്പോൾ കയർത്ത് സംസാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ മന്ത്രി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഈ 13 കോടി രൂപ അനുവദിച്ചത്. മന്ത്രി KSRTCയുടെ ഐശ്വര്യമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിന്റെ പടം എവിടെയെങ്കിലൊക്കെ വയ്ക്കും. ഒന്നുമില്ലെങ്കിലും തകർന്നു പോയ മുങ്ങിയ കപ്പലിൽ നിന്ന് ശമ്പളം കൊടുക്കുകയാണെങ്കിലും അദ്ദേഹം തയ്യാറായി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഈ ഡിപ്പാർട്ട്മെന്റ് നിലനിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.